മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം, അതാണ് ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. വാഴാനി ഡാം പരിസരത്ത് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വനം വകുപ്പ് വിദഗ്ധ ചികിത്സ നൽകി. മയക്കുവെടിവെച്ച് തളച്ച ശേഷം ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലാണ് മുറിവുകൾ പരിചരിച്ചത്. വാഴാനി ഡാം പരിസരത്ത് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകി. മയക്കുവെടിവെച്ച് തളച്ച ശേഷമാണ് ആനയ്ക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കിയത്. പ്രശസ്ത വന്യജീവി വിദഗ്ധനും ഫോറസ്റ്റ് വെറ്റിനറി സർജനുമായ ഡോക്ടർ അരുൺ സക്കറിയ, ഡോക്ടർ ഡേവിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സാ നടപടികൾ നടന്നത്. ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാനയുടെ ശരീരത്തിൽ ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതെന്ന് കരുതുന്ന നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു. ആനയുടെ ശരീരത്തിലെ മുറിവുകൾക്ക് ഏകദേശം ഒരാഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. മയക്കുവെടിവെച്ച് ആനയെ പരിശോധിച്ചപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊമ്പുകൾ കൊണ്ട് കുത്തേറ്റ ആഴത്തിലുള്ള മുറിവുകൾ ദൃശ്യമായി. ഈ മുറിവുകൾ വൃത്തിയാക്കി മരുന്നുകൾ നൽകി. DFO അജിത്തിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി സംഘവും ചികിത്സാ സമയത്ത് സജീവമായി രംഗത്തുണ്ടായിരുന്നു. 2-3 ദിവസമായി വാഴാനി ഡാമിന്റെ കരയിൽ ഒരു കൊമ്പനാനയെ പരിക്കേറ്റ നിലയിൽ കാണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ 2-3 ദിവസമായി നമ്മൾ വനംവകുപ്പുകാർ അതിൻ്റെ സഞ്ചാരവും മൂവ്മെൻറ്റ്സും പരിശോധിച്ച് വരികയായിരുന്നു. ഇന്നലത്തോടുകൂടി ഡോക്ടർമാരെ കൊണ്ട് അവസാന പരിശോധന നടത്തുകയും അതിൻ്റെ ശരീരത്തിൽ കുത്തുകൊണ്ടിട്ടുള്ള മുറിവുകളുണ്ടെന്നുള്ള നിഗമനം വന്നതോടു കൂടിയിട്ട് ഇന്ന് കാലത്ത് ഡോക്ടർ അരുൺ സക്കറിയ, ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ, ഡോക്ടർ അനുമോദ്, ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ, ഡോക്ടർ ബിനോയ് ബാബു, ഡോക്ടർ ഡേവിഡ് എബ്രഹാം, പിന്നെ തൃശ്ശൂരത്തെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ, ഇത്രയും ആളുകളുടെ കൂടെ സഹായത്തോട്, പിന്നെ വയനാട്ടിൽ നിന്നുള്ള RR ടീം, വെറ്റിനറി ടീം, പാലക്കാട് നിന്നുള്ള ടീം, തൃശ്ശൂർ ടീം, അങ്ങനെ എല്ലാ ടീമുകളുടെയും സഹായത്തോടുകൂടി ഇന്ന് കാലത്ത് 7 മണിയോടുകൂടി ആനയുടെ അടുത്തെത്തുകയും ആനയെ ഡാർട്ട് ചെയ്ത് ട്രാങ്കുലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നൽകുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ആന സുഖം പ്രാപിച്ചു വരുന്നു. വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ പൂർത്തിയായിട്ടുള്ളത്. പരിക്ക് നല്ല രീതിയിലുള്ള പരിക്കുണ്ട്. അത് മറ്റുള്ള കൊമ്പന്മാരായിട്ടുള്ള ഫൈറ്റിൽ നല്ല രീതിയിൽ പരിക്കുണ്ടായിട്ടുണ്ട് എനിക്ക്. പ്രാഥമിക ചികിത്സകൾ പൂർത്തിയായതോടെ ആനയെ നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിൽ കൂടുതൽ ചികിത്സയുടെ ആവശ്യമില്ലെന്നും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ആനയുടെ ആരോഗ്യനില സൂക്ഷ്മമായി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് CCV.